ഒരു നൂറ്റാണ്ടുകാലം കേരളത്തിന്റെ എല്ലാമായിരുന്ന വി എസ് നിത്യതയിലേക്ക് മടങ്ങിയിട്ട് ഇന്നേക്ക് ഒരാണ്ട്. കേരളത്തെ കണ്ണീരണിയിച്ചായിരുന്നു വി എസിന്റെ മടക്കം. ജീവശ്വാസം പോലെ നടന്ന പ്രസ്ഥാനവും ജനങ്ങളും പ്രതിസന്ധിയിലാഴുമ്പോൾ വി എസ് ഉണ്ടായിരുന്നുവെങ്കിലെന്ന് ജനം ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്. കേരളത്തിന്റെ കണ്ണും കരളുമായിരുന്ന വിപ്ലവ സൂര്യന് പ്രണാമം. വെളുത്ത ജുബ്ബയണിഞ്ഞ് മുണ്ടിന്റെ കോന്തല ഒരു കൈയിലേന്തി കറുത്ത കട്ടിയുള്ള ഫ്രെയിം കണ്ണട ധരിച്ച് ഇവിടെ നമുക്കിടയിൽ തണലേകി വി എസ് ഉണ്ടായിരുന്നു. പടനയിച്ച് ജനങ്ങളിൽ ഒരുവനായി. ഒരു വർഷം മുൻപ് കേരളക്കരയെ കണ്ണീരിൽ മുക്കിയാണ് ആ വിപ്ലവ തേജസ് മടങ്ങിയത്. കേരളക്കരയാകെ ശ്വാസം നിലച്ച നിമിഷമായിരുന്നു അത്. വി എസ് പോകുന്നയിടത്തെല്ലാം കടലുപോലെ ഒഴുകിയെത്തിയ ജനസഞ്ചയം തലസ്ഥാനത്തു നിന്നും ആലപ്പുഴയിലേക്കുള്ള അന്ത്യയാത്രയിലും ഒപ്പം ചേർന്നു. ശ്വാസം നിലച്ച പടനായകനെ ആ മഹാജനസാഗരമൊന്നാകെയാണ് വിപ്ലവ മണ്ണിലേക്ക് ആനയിച്ചത്. പുന്നപ്ര വയലാർ രക്തസാക്ഷികൾക്കൊപ്പം പി കൃഷ്ണപിള്ളയുടെ ഓരം ചേർന്നാണ് വി എസിനും അന്ത്യവിശ്രമമൊരുക്കിയത്. രാഷ്ട്രീയ കാലാവസ്ഥകൾ മാറിമറിയുമ്പോൾ വി എസ് ഉണ്ടായിരുന്നെങ്കിലെന്ന് മലയാളികൾ പലപ്പോഴും ചിന്തിച്ചു. വിവാദങ്ങളിലും ജനകീയ വിഷയങ്ങളിലും നീട്ടിക്കുറുക്കി വി എസ് എന്തായിരിക്കും പറയുകയെന്ന് ചിന്തിച്ചു. ആ വിപ്ലവ നക്ഷത്രം അസ്തമിച്ചെങ്കിലും ജനമനസ്സുകളിൽ വി എസ് ഒരിക്കലും മരിക്കുന്നില്ല. തൊണ്ട പൊട്ടുമാറുച്ചത്തിലുയരുന്ന മുദ്രാവാക്യങ്ങളിലൂടെ, മുഷ്ടി ചുരുട്ടിയ കൈകളിലൂടെ വി എസ് നമുക്കിടയിലുണ്ട്. ജനനായകന് റിപ്പോർട്ടറിന്റെ വിപ്ലവ പ്രണാമം. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.